ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്ട്സിനെ കുറിച്ചാണ്. സി ഔട്ട്, സി ഇൻ, endl. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇതൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. C++ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് നമുക്കറിയാം ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ശരി നമുക്ക് മെയിനായിട്ട് ഓപ്പറേഷൻസ്, ഇൻപുട്ട് ഓപ്പറേഷൻസ്, ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരം ഇൻപുട്ട് ഓപ്പറേഷനും ഔട്ട്പുട്ട് ഓപ്പറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് C++നകത്ത് യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് സ്ട്രീം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്ട്രീം എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ബൈറ്റ്സ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഡാറ്റ, ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ഇത് ആക്ച്വലി സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ആണ്, അതായത് ഫ്ലോ ഓഫ് ഡാറ്റയാണ്. ഇതിലൂടെ നമുക്ക് ഈ സ്ട്രീം കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ പെർഫോമൻസ്, ഈ ഒരു പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടുള്ള എക്സിക്യൂഷനൊക്കെ ഫാസ്റ്റ് ആക്കാൻ കഴിയും. ഇതിനകത്ത് ഈ ബൈറ്റ്സ് ഫ്ലോ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അതായത് ഔട്ട്പുട്ട് ഓപ്പറേഷൻ്റെ കേസ് നടക്കുമ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് പ്രിൻ്റർ, ഡിസ്പ്ലേ സ്ക്രീൻ, നെറ്റ്വർക്ക് കണക്ഷൻ പോലത്തെ ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്കാണ് ഇതിനകത്ത് ബൈറ്റ്സ് ഫ്ലോ നടക്കുന്നത്. എന്തിൻ്റെ കേസിൽ? ഔട്ട്പുട്ട് ഓപ്പറേഷൻ്റെ കേസിൽ. എന്നാൽ ഇൻപുട്ട് ഓപ്പറേഷൻ്റെ കേസിൽ ബൈറ്റ് ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത്? പ്രിൻ്റർ, ഡിസ്പ്ലേ സ്ക്രീൻ, നെറ്റ്വർക്ക് കണക്ഷൻ എക്സെട്ര അതിൽ നിന്നൊക്കെ മെയിൻ മെമ്മറിയിലേക്കാണ് ഡാറ്റ ഫ്ലോ നടക്കുന്നത്. അതിനെ നമ്മൾ ഇൻപുട്ട് ഓപ്പറേഷൻ എന്നും പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സി ഔട്ട്, സി ഇൻ, endl എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റിൽ ഹെഡർ ഫയൽസ് കൊടുക്കണം. അതാണ് IO ലൈബ്രറി ഹെഡർ ഫയൽസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ IO സ്ട്രീമാണ്. ഈ IO സ്ട്രീം യൂസ് ചെയ്യുന്നത് സി ഔട്ട്, സി ഇൻ, CR ഒബ്ജക്ട്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സി ഔട്ട്, സി ഇന്ന് പോലത്തെ ഒബ്ജക്ട്സ് ഒന്നും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ താഴെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മൾ ഈ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ സി ഔട്ട് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം എന്നും, ഈ സി ഇൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം എന്നും, പിന്നെ CR ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ സ്ട്രീം എന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹെഡർ ഫയൽസിൽ IO സ്ട്രീം കൊടുത്തിരിക്കണം. പിന്നെ വരുന്നത് IO മാനിപ്പാണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മളുടെ ഇൻപുട്ട് ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിലും ശരി, ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാനാണെങ്കിലും ശരി, അതിനകത്ത് ഫോർമാറ്റിംഗ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അത് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IO മാനിപ്പ് യൂസ് ചെയ്യണം. അതായത് നമുക്ക് അലൈൻമെൻറ്റ്, അതേപോലെ തന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ IO മാനിപ്പ് യൂസ് ചെയ്താലാണ്. ഈ യൂസർക്ക് പവർ ഓഫ് കൺട്രോൾ കിട്ടും. എന്തിൻ്റെയാണ്? ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് പ്രോസസ് സച്ച് ആസ് അലൈൻമെൻറ്റ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആൻഡ് ന്യൂമറിക് പ്രിസിഷൻ ഇൻ ദ കൺസോൾ ഫോർ ബെറ്റർ ഡാറ്റ വിഷ്വലൈസേഷൻ. അതായത് ആ ഡാറ്റ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ, അലൈൻമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ, അതൊക്കെ ചെയ്യാൻ നമ്മൾ ഈ IO മാനിപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് എഫ് സ്ട്രീമാണ്. എഫ് സ്ട്രീം യൂസ് ചെയ്യുന്നത് യൂസർ കൺട്രോൾഡ് ആയിട്ടുള്ള ഫയൽ പ്രോസസ്സിംഗ് സർവീസസ് ഒക്കെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ടുള്ള 3 IO ഹെഡർ ഫയൽസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ആദ്യം തന്നെ IO സ്ട്രീമാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി ഔട്ട്, സി ഇൻ, അതുപോലെ CR പോലത്തെ ഒബ്ജക്ട്സ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ കഴിയും, അതൊക്കെ യൂസ് ചെയ്യാനും കഴിയും. പിന്നെ വരുന്നതാണ് IO മാനിപ്പ്. IO മാനിപ്പ് എന്തിനാണ്? ഡാറ്റ വിഷ്വലൈസേഷൻ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട്, അതിന് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങും അലൈൻമെൻറ്റും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരം ഫോർമാറ്റിംഗ് പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? IO മാനിപ്പ് യൂസ് ചെയ്യണം. പിന്നെ വരുന്ന എഫ് സ്ട്രീം എന്തിനാണ്? ഫയൽ പ്രോസസ്സിംഗ് ഒക്കെ യൂസർ കൺട്രോൾഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് സ്ട്രീം എന്നുള്ള ഹെഡർ ഫയലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം. നമ്മൾ പറഞ്ഞു സി ഔട്ട്, അതില്ലാതെ നമുക്ക് പ്രോഗ്രാമിലൊന്നും ഡിസ്പ്ലേ ചെയ്യാനൊന്നും കഴിയില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. സി ഔട്ട് എന്ന് പറയുന്നത് ഓ സ്ട്രീം ക്ലാസിൻ്റെ ഒരു പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റാണ്. ഇത് കണക്റ്റഡ് ആവുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടാണ്, അതായത് പൊതുവേ ഡിസ്പ്ലേ സ്ക്രീനുമായിട്ട്. കാരണം ഡിസ്പ്ലേ സ്ക്രീനിലാണല്ലോ നമുക്ക് ഔട്ട്പുട്ട് വിഷ്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ സി ഔട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻസേർഷൻ ഓപ്പറേറ്ററുമായിട്ട് കൺജക്റ്റഡ് ആയിട്ടാണ്. അതായത് സി ഔട്ടിൻ്റെ കൂടെ ഈ ഒരു ഓപ്പറേറ്റർ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് യൂസ് ചെയ്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെയാണ് കൺസോളിനകത്ത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുക.
പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീമാണ്, അതായത് സി ഇൻ എന്ന് പറയുന്നത് ഐസ്ട്രീം ക്ലാസ്സിൻ്റെ ഒരു പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റാണ്. അത് കണക്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസുമായിട്ടാണ്. പൊതുവേ കീബോർഡാണ് അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഇത് കൺജക്റ്റഡ് ആയിട്ടുള്ളത് എക്സ്ട്രാ ഓപ്പറേറ്ററുമായിട്ടാണ്. കണ്ടോ, ആരോ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ബ്രേസ് വന്നിട്ടുള്ളത്. ഇതാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഇത് യൂസ് ചെയ്തുകൊണ്ട് കൺസോളിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്, എൻഡ് ലൈൻ, അതാണ് endl. ഈ endl എന്ന് പറയുന്നത് ഓസ്ട്രീം ക്ലാസ്സിൻ്റെ ഒരു പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റാണ്. ഇത് യൂസ് ചെയ്യുന്നത് ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്നുകൂടെ നോക്കാം. നമ്മൾ സി ഔട്ട്, സി ഇൻ, endlൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് C++നകത്ത് സ്ട്രീം കോൺസെപ്റ്റാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സീക്വൻസ് ഓഫ് ബൈറ്റ്സ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഡാറ്റയാണ് ഈ സ്ട്രീം എന്ന് പറയുന്നത്. അതിലൂടെ പെർഫോമൻസ് ഫാസ്റ്റ് ആക്കാൻ കഴിയും. പിന്നെ ഈ ബൈറ്റ്സ് ഫ്ലോ എന്ന് പറയുന്നത് ഫ്രം മെയിൻ മെമ്മറി ടു പ്രിൻ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേ സ്ക്രീനൊക്കെ ആണെങ്കിൽ അത് ഔട്ട്പുട്ട് ഓപ്പറേഷനും, ഫ്രം പ്രിൻ്റർ ടു മെയിൻ മെമ്മറി ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻപുട്ട് ഓപ്പറേഷൻ എന്നുമാണ് പറയുക. പിന്നെ നമ്മൾ ഹെഡർ ഫയൽസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? IO സ്ട്രീം, IO മാനിപ്പ്, F സ്ട്രീം. ഈ IO സ്ട്രീം എന്ന് പറയുന്നത് Cout, Cin, Cr ഒബ്ജക്ട്സ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം, സ്റ്റാൻഡേർഡ് എറർ സ്ട്രീം, അതൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിൽ തന്നെ IO സ്ട്രീം ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ വരുന്നത് IO മാനിപ്പാണ്. ഡാറ്റ വിഷ്വലൈസേഷൻ ഏറ്റവും ഭംഗിയായിട്ട് അല്ലെങ്കിൽ ബെറ്ററായിട്ട് കൊണ്ടുവരാനാണ് IO മാനിപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ അലൈൻമെൻറ്റ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, അത്തരം ഫോർമാറ്റിംഗ് പ്രോസസ്സുകളൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് F സ്ട്രീമാണ്. ഇതെന്തിനാണ്? യൂസർ കൺട്രോൾഡ് ആയിട്ടുള്ള ഫയൽ പ്രോസസ്സിങ് സാധ്യമാവാനാണ് F സ്ട്രീം യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സി ഔട്ട് എന്താണെന്ന് പറഞ്ഞു. അതൊരു ഓസ്ട്രീം ക്ലാസ്സിൻ്റെ പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റാണ്. ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു ഇൻസേർഷൻ ഓപ്പറേറ്ററും കൺജക്റ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞത് സി ഇൻ ആണ്. സീൻ എന്ന് പറയുന്നത് ഐസ്ട്രീം ക്ലാസ്സിൻ്റെ ഒരു പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റാണ്. ഇത് കണക്ട് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസുമായിട്ടാണ്. യൂഷ്വലി കീബോർഡാണത്. പിന്നെ സീന് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററുമായിട്ട് കൺജക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ എൻഡെല്ലും പറഞ്ഞു, അതായത് എൻഡ് ഓഫ് ദി ലൈനാണ് അത് മീൻ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റുകൾ പറയാനുള്ളത്. C++ൻ്റെ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ സ്ട്രീം കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.